ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ചാനൽ. സോ ഇതെൻ്റെ പുതിയ ചാനലത്തെ ഫസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്, ഫസ്റ്റ് വ്ളോഗ്. സോ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് ഒമാനിലേക്ക് പോവാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒമാനിൽ പോകാറുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് മീൻസ് വെക്കേഷനിൽ ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ ഞാൻ ഒമാനിലേക്ക് തിരിച്ച് പോവാണ്. സോ ഐ എം വെരി എക്സൈറ്റഡ്. ആൻഡ് എൻ്റെ അനിയൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബിക്കോസ് അവനെന്ന് വെച്ചാൽ പഴയ ചാനലിലാണെങ്കിൽ എപ്പോഴും സ്റ്റാർട്ടിങ് തന്നെ എൻ്റെ കൂടെ ഒരു വ്ളോഗ് എടുക്കാനാണ് സ്റ്റാർട്ടിങ് തന്നെ അവൻ വരും. പക്ഷെ ഇപ്രാവശ്യം പുതിയ ചാനലാണല്ലോ, അപ്പം എൻ്റെ അനിയനൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഓനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാട്ടോ, ഓനെ കാണിച്ചാന്ന് പറഞ്ഞിട്ട് സൊക്കമോൺ. സോ ദിസ് ഈസ് മൈ ബ്രദർ. ഹായ് പറ. ഹായ്. ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും കേട്ടോ, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ഓൺ തന്നെ എടുത്തോളും. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. സോ നമ്മളെ ഫ്ലൈറ്റിലാണ് പോണേ. സെലാമേറിലാണ് നമ്മൾ പോണത്. അതൊരു ഫേമസ് ഫ്ലൈറ്റ് ആണോ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം ട്രാവൽ ചെയ്തതാണ് സെലാമേറിൽ. ആസ് ടു കമ്പയർ വിത്ത് എയർ ഇന്ത്യ എക്സ്പ്രസ്, അത് ലാൻഡിങ് അത് നല്ല ഫ്ലൈറ്റാണ്. ബിക്കോസ് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ഒരു വേഴ്സ്റ്റ് ലാൻഡിങ് ആണ്. ഒരുപാട് കൊണ്ടേ ഇടലാണ്, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പകുതി മുക്കാലും ഇതിങ്ങനെ ഇരിക്കുന്നത് പകുതി മുക്കാലും ഞാൻ ആ ഒരു ഫ്ലൈറ്റിൽ തന്നെ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇന്ന് March 21 ആണ്. നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് 4-5 4-5 പുലർച്ചക്കാണ്. അപ്പം 22 March ആവും. പക്ഷെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കിനും ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ മടിയാണ്. ആൻഡ് 4-5 കൊണ്ട് തന്നെ കുറേ സമയം ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല. ഞാനാണെങ്കിൽ വ്ളോഗ് ഓണാക്കും, എന്നിട്ട് ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ ടേക്കാണെന്ന് നിങ്ങൾക്കറിയാമോ ഗൈസ്? സോ ഇതൊക്കെയാണ് നമ്മുടെ പെട്ടികൾ. ഇത് മാത്രമല്ല, ഒരു പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ കാണിച്ചിട്ട് ഗൈസ്. അപ്പോൾ ഈ പെട്ടി പാക്ക് ചെയ്ത് കുറച്ചായി. ഇതിൽ ഫുൾ കോൾഡ് ഐറ്റംസ് ആണ്. മീൻസ് ഗോൾഡ് അല്ലട മൊയന്റെ. പിന്നെ അതെന്താ കള്ളക്കടത്തോ? ഞാൻ പറഞ്ഞത് ഗോൾഡ് എന്നാണ്. അല്ല, ഞാൻ ഗോൾഡ് എന്നാ പറഞ്ഞത്. ഈ കോൾഡ് ഐറ്റംസ് ഉണ്ടല്ലോ, തേങ്ങ, ബീഫ്, അങ്ങനത്തെ. അല്ലാതെ ഗോൾഡ് അല്ല കേട്ടോ, തെറ്റ്. ഗൈസ്, അങ്ങനെ പെട്ടികളൊക്കെ സെറ്റാക്കി ഒരു മൂലയിൽ വെച്ചു. ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ് അബായാണ്. ഞാൻ ഇതുവരെയായിട്ടും ഇട്ടിട്ടില്ല ഡ്രസ്സ്. സോ അത് എൻ്റെ പർദ്ദയത്തെ മദ്രസയത്തെ പർദ്ദയിലും ചെറുതായി. അതുകൊണ്ട് ഞാൻ പുതിയൊരു അടിപൊളി സ്റ്റൈലാണ്. ഫേവറേറ്റ് കളർ ഗ്രീനിലൊക്കെ ഞാൻ അടുപ്പിച്ചതാണ്. ബട്ട് ഇത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ അവിടുന്ന് ഞാൻ പറഞ്ഞാൽ അവിടെ തന്നെയാണ് ആദ്യം ഇടാൻ പോകുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫുൾ ലുക്ക് മനസ്സിലാവുള്ളൂ. സോ ദിസ് ഈസ് മൈ പർദ്ദ. എന്താ അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓൺ ആവുമെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം 18 വയസ്സിന് മുകളിലുള്ള ആരെങ്കിലും വീഡിയോയിലുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഓൺ ആവത്തുള്ളൂ. അത് ഞാൻ ഈ അടുത്താണ് അറിയുന്നത് തന്നെ. സോ ഞാൻ മാറ്റിയിട്ട് കാണിച്ചാൽ. സോ അങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞു. പെട്ടെന്ന് ഇതിട്ട് അവിടെ പോയി ചൂടെടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫ്ലൈറ്റ് നല്ല സുഖമായിരിക്കും കേട്ടോ. എൻ്റെ ഫുള്ളൊക്കെ ഞാൻ എയർപോർട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അവിടുന്ന് ഇപ്പം കാണിച്ചു തരാൻ കഴിയുന്ന നേരമില്ല. ഇല്ലു ഓൻ്റെ ഡ്രസ്സ് കാണിച്ചെടുക്കാൻ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാണ്. വയലാൻ ഞാൻ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഗൈസ് ഇല്ലുവിൻ്റെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് ഓക്കെ. സോ അങ്ങോട്ട് പറയും. അങ്ങനെ ഗൈസ് എയർപോർട്ടെത്തി. എത്ര പെട്ടെന്ന് എയർപോർട്ടെത്തിയത്. ഞാൻ ഉള്ളിൽ പോയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, ഇപ്പോൾ ബാഗ് കൊടുത്തോണ്ടിരിക്കാനാണ്. ഹെൽപ്പ് ചെയ്യട്ടെ. എൻ്റെ കൂടെ നല്ലോണം അടിച്ച് കാണിക്കുന്നത് ഗൈസ്. ഇനി എമിഗ്രേഷനാണ്. ഇവിടെ ക്യാമറ വീഡിയോ ഒന്നും പറ്റത്തില്ല. സോ ഞാനെന്ന് വെച്ചാൽ സാധാരണ ഇമിഗ്രേഷനാണ് പറഞ്ഞുകൊണ്ട് പോകും. ഞാൻ ഓരോ സ്ഥലത്തെത്തിയാലും ഞാൻ ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് കാണാം. സോ ഗൈസ്, ഇമിഗ്രേഷൻ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. ആ ലൈസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും വന്നു വീഡിയോ ഒക്കെ മറന്നുപോയി. സോ എത്ര മണിയായി? 1:24 4:05 എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം.
അവിടെ കുറേ ഷോപ്പുകളുണ്ട്, പക്ഷെ എല്ലാത്തിനും ഭയങ്കര വിലയായതുകൊണ്ട് ഒരു തേങ്ങ വാങ്ങത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ ഇരിക്കുക, വേണം കിടന്നിറങ്ങിയാലോ. ആദ്യപ്പം വീഡിയോ എടുക്കുക, അത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. അല്ല ഞാൻ എന്ത് ചെയ്യാനുണ്ട്? സോ ഞാനെൻ്റെ തലയത്ത് കെട്ടു കോരി, കാരണം ഞാൻ 2 റൗണ്ട് വെച്ചിട്ട് കാരണം തലവേദന വെറുതെ അവിടെ ഒരു ബെഡ് പോലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ കുറേ നേരം കിടന്നു, ഉറക്കൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, എണീറ്റ് ഇങ്ങോട്ടും വെറുതെ നടക്കാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് ബേർഡ് ലോൺസ്. ആൻഡ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അങ്ങനെ നോക്കിയിരുന്നു. ഇവിടെ കാർഡ്സ് ആണ് അക്സെപ്റ്റഡ്. ഇതിൽ ഉമ്മൻ്റെ കാർഡ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഉമ്മൻ്റെ ഉണ്ടായിട്ടും കാര്യമില്ല, കാണുവാനില്ല കാർഡ് തന്നെ. ആൻഡ് ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയിരുന്നു, ബട്ട് അപ്പം ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. സോ ഇവിടെ എന്താ ചെയ്യാനില്ല, വെറുതെ തേരാപ്പാരം നടന്നുകൊണ്ടിരിക്കുന്നു. സോ ഇനിയുണ്ട് സമയം, ഞാൻ സമയം ഇത്രയും നോക്കട്ടെ, ഇനിയുണ്ട് കുറച്ച് സമയം. സോ ഫ്ലൈറ്റ് വന്നിട്ട് എനിക്ക് നോക്കാം. സോ ഏകദേശം ബോർഡ് ചെയ്യാനായിട്ടുണ്ട്. അവിടെ മുകളിലുള്ള ഒരു ഇതിൽ കാണിക്കുന്ന ബോർഡിങ് അനൗൺസ്മെന്റ് വരെ വന്നില്ല. അത് നമ്പറല്ല, സ്ഥലത്തിന്റെ പേരാ. സോ ഇനിയിപ്പം സലാമാൽ. സോ ഇനിയിപ്പം ഫ്ലൈറ്റിലോട്ട് ബോർഡ് ചെയ്യണം. ഞാൻ വേറെയും കുറേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ പോയിന്റ്സ് അല്ല, കുറേ ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്നും ഇങ്ങനെ ഇതെടുത്തിട്ട് ഈ പേപ്പറിൽ കാണുന്ന സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ഇടാം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ആ ഷോർട്സ്, നിങ്ങൾ പോയി കാണും. എൻ്റെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ കാണാൻ പറ്റില്ല. ദിസ് ഈസ് മൈ മമ്മി. ഹായ് പറയൂ. എന്നോട് ഞാൻ പറയാൻ പറഞ്ഞില്ല. ബോർഡിങ് കാണിക്കണം ഗൈസ്, പക്ഷെ ഇതുവരെ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. സോ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായി. ഇപ്പം ബോർഡിങ്ങിനെ വിളിച്ചിട്ടുണ്ട്. സോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രോളിക്ക് വേണ്ടി കച്ചറാട്ടോ. ഞാൻ പിടിക്കാം ട്രോളി, വീട് പിടിക്കാം ട്രോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ട്രോളി പിടിക്കാൻ പോലും സമയത്തില്ല, കൈ വെക്കാൻ പോലും സമയത്തിലാണ്. വലിയ കാര്യത്തിൽ വിളിച്ചു എന്ന് പറഞ്ഞു പോയി. പക്ഷേ സോൺ എ, സോൺ ബി, സോൺ സി 3 സോൺ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഉള്ളത് സോൺ സി, അവിടെയാണ് ബാക്ക് സീറ്റുകളൊക്കെ. അപ്പോൾ ആ സീറ്റിലുള്ളവരെ ആദ്യം ഫ്ലൈറ്റിലോട്ട് കയറ്റും. നമുക്കെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഫ്ലൈറ്റ് നമ്പർ സീറ്റ് നമ്പർ 18 അങ്ങനെയൊക്കെയാണ് കിട്ടുക. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് 6 ആയിട്ട് മുന്നിൽ തന്നെയാണ്. അതുകൊണ്ട് ആണ്. സോ കാണിച്ചത്. സോ വി ആർ ഗോയിങ് ടു ബോർഡ് അവർ ഫ്ലൈറ്റ് ഗൈസ്. പൈലറ്റ്സ് ഇതാണ്. സോ ഗൈസ് ഇതാണ് സലാം എയർ ഫ്ലൈറ്റ്. എന്തായാലും നല്ല അടിപൊളി വിൻഡോ എന്ന് വെച്ചിട്ട് ഒരു വ്യൂ പോലും പുറത്തൊക്കെ കാണാൻ പറ്റുന്നില്ല. രാവിലെ നമ്മൾ ആക്കുമ്പം ക്ലൗഡ് കാണാൻ പറ്റും, കാരണം നമ്മൾ രാവിലെയാണ് ലാൻഡ് ചെയ്യുക. പക്ഷേ വലിയ എക്സ്പെക്ടേഷൻ ആയിട്ട് പോയത് അപ്പോൾ കിട്ടിയ വിൻഡോ ഇത് ബാക്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ എന്താ പറയുക, തണുത്തിട്ട് വെള്ളം വരൂലേ, അങ്ങനെ വന്നതാണ്. ഐ തിങ്ക് അത് കുറച്ച് കഴിഞ്ഞാൽ മിക്കവാറും പോകാൻ മതിയാവും. പോയാൽ എൻ്റെ ഭാഗ്യം. ഞാൻ കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തതായിരുന്നു, എല്ലാം മോശം. ഇവനിവിടെ ട്രാക്ടറിൽ തുടങ്ങപ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഇൻസ്ട്രക്ഷൻ ഡെമോൺസ്ട്രേഷൻ രാവിലെ ഞാൻ വേറെ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സോ ഞാൻ ഇത് ടേക്ക് ഓഫ് ആവുന്ന സമയത്ത് ചെവിയിൽ ഇയർഫോൺസൊക്കെ വെച്ചിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ചെവി വേദനയാവും. അതുകൊണ്ട് ഇപ്രാവശ്യം വലിയ ചെവി വേദന ഒന്നുമില്ല.
വെച്ച് പാട്ടും കേട്ടില്ല, സ്നേഹം തന്നെ ഉറങ്ങിപ്പോയി. എണീക്കുമ്പം പാട്ട് കേട്ടുകൊണ്ട് ലാൻഡ് ചെയ്യണമെന്ന് ഞാൻ കണ്ടതും കേട്ടതും. ഞാൻ നേരത്തെ പറഞ്ഞ ടൈം ഇന്ത്യൻ ടൈം ആയിരുന്നു. അത് വാച്ച് നോക്കിയപ്പോഴാണ് വാച്ചിലും അതേ ടൈം കിട്ടും. അപ്പോൾ ചോദിച്ചത് ഇങ്ങനെ പിന്നെ എയർപ്ലെയിൻ മോഡ് ഓഫ് ആക്കിയപ്പോഴാണ് മനസ്സിലായത് ഒമൻ ടൈം ആയത് അപ്പോഴാണ്. ഇവിടുത്തെ ചെക്കിൻ ഇമിഗ്രേഷൻ പറയുമ്പോൾ ബാഗ് കൊടുക്കുക. ഞാൻ ഇത് കണ്ടപ്പോൾ നേരെ ഇവിടെ പോയി ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ബാഗ് കളക്ട് ചെയ്യാൻ വന്നാണ്. അവിടെ ആയിട്ടില്ല, കറങ്ങാൻ തുടങ്ങിയിട്ട് പോലും ഇല്ല. സോ ഇനിയിപ്പോൾ ബാഗ് വെച്ചാണ് പോകണം. ഒരുത്തനിതാ പെട്ടീൻ്റെ മുന്നിൽ കയറിയിരിക്കണേ. ഓൻ ടയേർഡായി. ഫോൺ മാത്രമല്ല ഒന്നും പോണില്ല. ഞാനും ടയേർഡായി. തലവേദന എടുക്കുന്നത് എങ്ങനെങ്കിൽ 4 മണിക്കൂറുണ്ട് ഫ്ലാറ്റിലേക്ക്. അവിടെ എത്തിക്കിട്ടിയാൽ മതി. ഇല്ല ഗൈസ്, ഇനി എൻ്റെ വ്ളോഗൊന്നും ഉണ്ടാകും തോന്നില്ല. ഇനി ഞാനും മിക്കവാറും ഫ്ലാറ്റിലെത്തിയിട്ട് ഞാനായിരിക്കും വീട് കാരണം വയ്യ, എന്നുകൊണ്ട് വയ്യ. ഇതാണ് എൻ്റെ ഫൈനൽ കോലം. എന്നുകൂടി ക്ഷീണിച്ചിട്ട് ഒരു തലവേദന എനിക്കൊന്ന് വേഗം എവിടെയൊക്കെ പോയി കെടുക്കണം. വയ്യ. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഇനിയിപ്പോൾ എത്തുമ്പോഴത്തേനും 12 മണിയാവും. ഇപ്പോൾ എത്ര മണിയായി? ഇപ്പോൾ 6 മണി, 7, 8, 9, 10 മണി. 10 മണിയുള്ളൂ. ഞാൻ എന്നോ ഒന്ന് കണക്ക് കൂട്ടിയിരിക്കണം. അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയപ്പം 12 മണിയാണ്. ഇപ്പോൾ 10 ആയത്. എനിക്ക് ഇനി ഞാൻ പോവാം. സോ ഗൈസ്, ഞാൻ ബർഗർ തിന്നാണ്. എൻ്റെ മാമനവിടെ ഉണ്ട്. അപ്പം മാമനക്ക് കുറച്ച് സാധനം കൊണ്ട് കൊടുക്കാൻ വേണ്ടി. അപ്പം ഏതാ സ്ഥലത്തൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷേ എയർപോർട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ. അപ്പം മസ്കറ്റായിരിക്കും. അപ്പം ഞാൻ അങ്ങനെ തിന്നാലില്ല. കാരണം ഒരുമാതിരിയാവും. പിന്നെ ഇല്ലൂന്ന് മതി പറഞ്ഞപ്പം അപ്പം ഓക്കെ ആയി. നേരത്തെ മര്യാദക്കൊന്നും നിൽക്കാൻ പോലും കഴിയണില്ലേനും. അപ്പം ഇനി അവിടെ വരെ എത്തണം. അത് ആലോചിക്കുമ്പോൾ ഒരുമാതിരിയാവും ഗൈസ്. സോ ഇതൊക്കെയാണ് അവിടെ പോകുമ്പോഴുള്ള വ്യൂസ്. പക്ഷേ ഞാൻ മൊത്തത്തിലെടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ ബുറൈമി എത്തിയപ്പോൾ ഇതേ ലുലു ആണ് നേരെ കാണുന്നത്. എൻ്റെ റൂമിലെത്തിയില്ല. അപ്പോൾ കയറും. എൻ്റെ മുകളിലേക്ക് നോക്കാം ഗൈസ്. ഫുള്ള് ഇരുടാണല്ലോ. പോരട്ടെ. ഷൂട്ട് നിരത്തി വെച്ചിക്കണല്ലോ. എത്ര വിളിച്ചുള്ളു ഒരുമാതിരി വേണം. സോ ദിസ് ഈസ് മൈ റൂം. ഇത് പുതിയ കട്ടിലാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പപ്പ വാങ്ങിയതേനു. ഇവിടെ ഒരു കട്ടിലും കൂടി ഉണ്ട്. ഇത്താത്ത കട്ടിൽ മൂലം ഞാൻ കട്ടിൽ മേലെ കിടക്കുക. എൻ്റെതാണ് പുതിയ കട്ടിൽ. പക്ഷേ ഇപ്പം ഇതിലൊന്നും ആരും യൂസ് ചെയ്യാതെ പൊടി പിടിച്ച ഗൈസ്. ഞാനാണ് ഇതൊക്കെ യൂസ് ചെയ്യല്. യൂട്യൂബ് ഇതിലാണ് ഉണ്ടാവുക. മറ്റേ മറ്റേ റിമോട്ടാണ് അത്. ഇതിൻ്റെ ബാക്ക് എന്ത് പോയത്? ഈ സംഭവങ്ങളൊക്കെ ഇല്ലു കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു വെച്ചാൽ പക്ഷെ ഒന്നുപോലും ഇതിൽ വർക്കിംഗ് അല്ല. ഒക്കെ അവനെ പപ്പൻ്റെ ഷോപ്പിൽ നിർത്തി കേടാക്കും. ഇതൊക്കെ അവനെ കേടാക്കി വെച്ച സാധനങ്ങളാണ്. പിന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് തന്നെ ഇവിടുത്തെ കറക്റ്റ് ലുലു എത്തിയപ്പോഴാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീട് എടുത്തിച്ചു. ആൻഡ് പിന്നെന്താ പറയുക, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ ഹൈറ്റ് വെച്ചത്. ഞാൻ കാണിച്ചത് കാരണം ഈ അലമാര വാങ്ങിയിട്ട് ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ വരുമ്പോഴത്തേക്കിനും വാങ്ങിയതാണ്. വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ. സോ എൻ്റെ കണ്ണ് ഇവിടെ ആണല്ലോ. അപ്പം ഞാൻ ഇങ്ങനല്ലേ നോക്കുക. ഇതിപ്പോൾ ഞാൻ ക്യാമറ താത്തി പിടിക്കുന്നുള്ളൂ. ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇങ്ങനെയാണ് നോക്കുക. കാരണം എൻ്റെ കണ്ണ് ഇവിടെ. അപ്പം എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കാണാം. അപ്പം എൻ്റെ പകുതി തല ഇവിടെയും തലയല്ല പകുതി മുഖം ഇവിടെയും ഫോർഹെഡ് ഇവിടെയും ബാക്കി മുഖം ഇവിടെയാണുള്ളത്. അതിൻ്റെ നടുവിലത് ഈ ഒരു സാധനം. ഇനി ഞാൻ എങ്ങനെ മേക്കപ്പ് ചെയ്യും? ഇനി ഞാൻ ഇരുന്ന് മേക്കപ്പ് ചെയ്യേണ്ടി വരും. കാരണം എന്നാലും എനിക്ക് എൻ്റെ മുഖം മര്യാദയ്ക്ക് കാണത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ഇത്രയേ ഉള്ളായിരുന്നു. സോ ഇവിടെ എന്താ അറിയില്ല, അപ്പുറത്തെ റൂമിൽ ആരും കയറ്റാറില്ല. ഈ റൂമിലാണ് പണിക്കാരും പപ്പയും കിടക്കാം. പപ്പ ഈ ബെഡ് പണിക്കാരൊക്കെ വേറെ ഓരോ ബെഡൊക്കെ ഓരോ എടുത്തുണ്ട്. പക്ഷെ ഇവിടെ 2 ബെഡ് ഉണ്ടായിരുന്നു. ഒന്ന് ഇവിടെയും. ഇത്താത്തൻ്റെ ബെഡൊക്കെ ഒരു എടുത്തിട്ടോ. ഇത്താത്തൻ്റെ അല്ല, ഇത്താത്ത കിടക്കണ ബെഡും. സോ ഒരുമാതിരിമാണ് എനിക്കിവിടെ കിടക്കാൻ കഴിയുന്നത്. നമുക്ക് ഇതാണ് നമ്മുടെ മരുഭൂമി. ഞാൻ വെറുതെ മരുഭൂമി ഒന്നല്ല ഇതമ്മ. ഓക്കെ, ഇതൊക്കെ ആരോ ഒട്ടാക്കിച്ചതാണ്. എനിക്കറിയില്ല.
സോ ഈ കാണുന്ന പച്ച കളർ ഓട് കുത്തിപ്പോയ നല്ല വേദന കേട്ടോ. ഈ കാണുന്ന പച്ച കളറൊക്കെ നല്ല ഇതൊക്കെ ഇട്ട് നല്ല അസല മുള്ളാണ്. ഇതൊക്കെ കുത്തിയാൽ കയ്യുമ്മ കുത്തി കയറും. ഞമ്മക്ക് അപ്പുറത്തെ ജനലും തുറന്നിട. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അത് വെട്ടി. അല്ലാ ഗൈസ്, അല്ല വീഡിയോ എടുത്തില്ല. ഇത് പോന്ന് ഞാൻ ഓക്കെ. സോ വേണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ക്യാമറ താത്തി പിടിച്ച് എന്നിട്ട് വേഗം ജനൽ തുറന്നേനു. കാരണം ഇവിടെ ഒരുമാതിരി മഴ ഉണ്ടായിരുന്നു, ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു ഈ ജനൽ പൊട്ടിയതാണെന്ന്. ഇത് രണ്ടും പൊട്ടി. ഞാൻ ഒറ്റ പിടിച്ചൊലിക്കല്, അത് വീണ്ടും കുറച്ചും കൂടി ഞാൻ പിടിച്ചലിച്ചപ്പോൾ ആ സാധനം എൻ്റെ കൈ വന്ന്. പിന്നെ പപ്പ ശരിയാക്കി തന്നു. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കിനി ഫ്രഷ് ആയിട്ട് പോയി ഒന്ന് കിടന്ന് ഉറങ്ങണം. പക്ഷെ ഞാൻ ഉറക്കം കിട്ടുമോ എനിക്കറിയത്തില്ല. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ബൈ ബൈ. സോ ഞാനിവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ ഹൈറ്റ് വെച്ചിട്ടുണ്ടെന്ന്. ബിക്കോസ് വേറെ ഒന്നുമല്ല, ഈ മിറർ എന്താ ഞാനിപ്പോൾ ഈ ക്യാമറ താഴ്ത്തി പിടിക്കുന്നുണ്ടോ. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണല്ലോ നോക്കുക. അപ്പം സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുമ്പം എൻ്റെ കണ്ണ് ഇവിടെയാണല്ലോ വരിക. അപ്പം ഞാൻ എൻ്റെ കണ്ണിലേക്ക് വെക്കുമ്പം എനിക്ക് പകുതി എൻ്റെ ഫോർഹെഡും പകുതി എൻ്റെ മുഖവും കാണുന്നത്. അതിൻ്റെ നടുവിൽ എന്നതാ ഈ ഒരു സാധനം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഞാൻ ആകെ ഇത്രയേ ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു വിൻഡോ മരുഭൂമി, പക്ഷെ അങ്ങനത്തെ മരുഭൂമിയൊന്നുമില്ല കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് ചെരുപ്പിടാതെ നടക്കാൻ പറ്റില്ല. കാരണം അത്രയും പപ്പ പറയാതെ ഇവിടുത്തെ തണുപ്പ് കഴിഞ്ഞെന്ന്, ഇതിപ്പോൾ ചൂട് തുടങ്ങിയെന്ന്. പക്ഷെ എനിക്ക് നാട്ടിലത്തെ ചൂട് വെച്ചിട്ട് ചെരുപ്പിടാതെ നടക്കാനേ കഴിയുന്നില്ല. ചൂടുണ്ടല്ലേ, ശരിയാ. പക്ഷെ ഉള്ളിൽ ഭയങ്കര തണുപ്പ്. എനിക്ക് അങ്ങനെ നോക്കല്ലേ. പക്ഷെ രാത്രി ആയാൽ ഇങ്ങനെ അത് തുറക്കണമെന്നില്ല. ഇങ്ങനെ നോക്കിയാൽ തന്നെ രാത്രി ഇതിൻ്റെ മുകളിൽ കൂടെ കാണാൻ പറ്റും. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ മുടിയെല്ലാം കൂടി ഒരുമാതിരി കോലമായി. സോ അപ്പം ഇന്നത്തെ വീഡിയോ ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.